കുടുംബസ്ഥൻ രാജേശ്വർ കാളിസ്വാമി സംവിധാനം ചെയ്ത് കെ മണികണ്ഠൻ, സാൻവി മേഘന, ഗുരു സോമസുന്ദരം, കുടശനാട് കനകം, ആർ സുന്ദരരാജൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ തമിഴ് സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇതൊരു ഫാമിലി കോമഡി ഡ്രാമയാണ്. ഒരു ആർട്ട് കമ്പനിയിൽ ഡിസൈനറായ നവീൻ കാമുകിയായ വെണ്ണിലയോടൊപ്പം ഒളിച്ചോടി കല്യാണം കഴിക്കുന്നു. അച്ഛൻ, അമ്മ, പിന്നെ ഭാര്യയും അടങ്ങിയ കുടുംബം നോക്കാനായിട്ട് കുടുംബസ്ഥനായ അയാൾ നടത്തുന്ന നെട്ടോട്ടത്തിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. മിഡിൽ ക്ലാസ് ആയ മനുഷ്യർ അവരുടെ ജീവിക്കാനുള്ള സ്ട്രഗിൾസ് പലപ്പോഴും ഇങ്ങനെ ചിരിച്ചും ചിരിപ്പിച്ചും സ്വയം സംസാരിച്ചും ഒക്കെ തന്നെയാണ് തീർക്കുന്നത്. അതുതന്നെയാണ് കുടുംബസ്ഥന്റെ ട്രീറ്റ്മെന്റ് സ്വഭാവം. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും അതിനിടയിൽ കൂടി എന്തെങ്കിലും ഒരു ഹാസ്യവും കൂടി സംഭവിക്കുന്നുണ്ട് പടത്തില്. ഈ ഡോക്ടർമാര് കൊച്ചുപിള്ളേർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഓരോ തമാശയൊക്കെ പറഞ്ഞ് അവരുടെ ശ്രദ്ധ തിരിച്ചു വിടുകയല്ലേ. അതുപോലെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവേണ്ടി വരുന്ന പല സിറ്റുവേഷൻസും കോമഡിയിൽ പൊതിഞ്ഞ പടത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. കാരണം ആലോചിക്കുമ്പോൾ അയ്യോ ഇത് ഇവൻ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് തമാശ നിറഞ്ഞ വഴികളിലൂടെ എങ്ങനെയെങ്കിലും അയാൾ സോൾവ് ചെയ്യുകയും ചെയ്യും. അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടിരിക്കാനായിട്ട്. കാരിക്കേച്ചർ സ്റ്റൈലിലുള്ള ക്യാരക്ടേഴ്സും അവർ ഉണ്ടാക്കുന്ന സിറ്റുവേഷണൽ കോമഡിയുമാണ് പടത്തിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റും പോസിറ്റീവും. നവീനായിട്ട് മണികണ്ഠൻ കിടുവായിരുന്നു. ഇപ്പൊ മണികണ്ഠന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ തമിഴിൽ മിനിമം ഗ്യാരണ്ടി ഉള്ള പടങ്ങളാണ്. നല്ല കഥയായിരിക്കും. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും കഥാപശ്ചാത്തലവും ഒക്കെയുള്ള സിനിമകളായിരിക്കും. ഇതും അങ്ങനെ തന്നെയാണ്. നല്ല നടനാണ്. മണികണ്ഠന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും കൊള്ളാം. നവീന്റെ അളിയൻ രാജേന്ദ്രനായിട്ട് ഗുരു സോമസുന്ദരമാണ് വരുന്നത്. ആ ക്യാരക്ടർ രസം ഉണ്ടായിരുന്നു. ആ ചിരി സംഭവമൊക്കെ BGM ആയിട്ട് ഉപയോഗിച്ചതൊക്കെ കൊള്ളാം. അതുപോലെ അയാളുടെ സ്വഭാവം അത്ര സ്ഥിരമല്ല. അപ്പൊ നമ്മൾ വില്ലനാണെന്ന് വിചാരിക്കും. ഇടയ്ക്ക് അതുപോലെ പാരയാണ്. ചില സമയത്ത് പുള്ളി വന്ന് ഉപദേശം തരും. പിന്നെ ചിലപ്പോൾ വന്നിട്ട് പൊട്ടം കളിക്കും. പിന്നെ അവസാനം പുള്ളിക്കാരൻ ഒരു ഭയങ്കര മാറ്റമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഈ മാറ്റങ്ങൾ പലപ്പോഴും അത്ര കൺവിൻസിങ് ആയില്ല എന്ന് തോന്നി. നായിക വെണ്ണില ആയി വന്ന സാൻവി മേഘന നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തല്ലു കൊടുത്തുകൊണ്ടുള്ള അവസാനത്തെ ഒരു സംഭാഷണമൊക്കെ ഭയങ്കര നൈസായിരുന്നു. അമ്മയായിട്ട് വരുന്നത് മലയാളം നടി കുടശനാട് കനകമാണ്. നമ്മുടെ ജെ ബേസിലിന്റെ അമ്മയില്ലേ, പുള്ളിക്കാരി കിടുവായിരുന്നു. ഒരു കാരിക്കേച്ചർ സ്റ്റൈലുള്ള ഒരു പക്ക ഫണ്ണി തമിഴ് അമ്മ ക്യാരക്ടറാണ്. അതുപോലെ അച്ഛനായിട്ട് വന്ന സുന്ദരരാജനും കൊള്ളാം. മണികണ്ഠന്റെ കൂട്ടുകാരായിട്ട് വന്ന നടന്മാരും അവരുണ്ടാക്കുന്ന ചില ഇറിറ്റേറ്റിംഗ് സിറ്റുവേഷൻസും ഒക്കെ രസമുണ്ടായിരുന്നു. ടെക്നിക്കൽ സൈഡിൽ സുജിത് N സുബ്രഹ്മണ്യത്തിന്റെ ക്യാമറയും കണ്ണൻ ബാലുവിന്റെ എഡിറ്റിംഗും കൊള്ളാം. എഡിറ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ ചില കട്ട്സ് ഭയങ്കര രസമായിരുന്നു. ഒരാൾക്ക് ഇങ്ങനെ അടി കൊള്ളുന്നു, കട്ട്, പിന്നെ നെക്സ്റ്റ് കൈപ്പത്തി അടിച്ച് സത്യം ചെയ്യുന്നതിന്റെ സൗണ്ട് ഉള്ള ഒരു ഷോട്ട്, അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ വേറൊരു അടി കൊള്ളുന്ന സീന്. സോ അങ്ങനെ രസകരമായിട്ടാണ് എഡിറ്റിംഗ് പോയിട്ടുള്ളത്. വൈശാഖിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടത്തിന്റെ മൂഡിന് കറക്റ്റ് ആയിരുന്നു. നെഗറ്റീവ്സ് പറഞ്ഞാൽ പടത്തിന്റെ ലെങ്ത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടി ട്രിം ചെയ്ത് ചുരുക്കി ഡ്യൂറേഷൻ കുറയ്ക്കാമായിരുന്നു തോന്നി. അതുപോലെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിട്ട്, അപ്പൊ ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പടം കുറച്ച് ഇഴഞ്ഞ് പിന്നെ കുറച്ച് പ്രഡിക്റ്റബിൾ ഒക്കെ ആയിട്ട് മാറി. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴാണ് ഒരു ഉണർവ് വന്നത് പടത്തിന്. പിന്നെ അതുപോലെ സീരിയസും കോമഡിയും മിക്സഡ് ആയിട്ട് വരുന്ന രസമാണെങ്കിലും ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ ചില ഇമോഷണൽ പോർഷന് തൊട്ടടുത്തായിട്ട് തന്നെ കോമഡി വരുന്നതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പാക്ട് ഫുള്ള് കിട്ടിയില്ല അല്ലെങ്കിൽ സ്പോയിൽ ആയതുപോലെ ഫീൽ ചെയ്തു. സ്റ്റിൽ മൊത്തം കൊളമാക്കാതെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും പടത്തിന് സാധിക്കുന്നുണ്ട്. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് കോമഡി മൂവിയാണ് കുടുംബസ്ഥൻ. വാച്ചബിൾ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പോയ തിയേറ്ററിൽ ആള് തീരെ കുറവായിരുന്നു. ഒരു വിധത്തിലാണ് 6 പേരുടെ കോറം തികച്ച് ഷോ ഇട്ടത്. തമിഴ്നാട്ടിലൊക്കെ നല്ല അഭിപ്രായം കിട്ടി, നല്ല രീതിയിൽ ഓടുന്ന പടമാണ്. പക്ഷെ അങ്ങനെയുള്ള പടങ്ങൾ തമിഴിലെ ചെറിയ കോമഡി പടം എന്നൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിൽ അത്ര ഓടുകയില്ല. OTT ഇറങ്ങുമ്പോഴായിരിക്കും മിക്കവാറും കൂടുതൽ മലയാളികളും ഈ പടം കാണുക. അപ്പോൾ നല്ല അഭിപ്രായം കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ്. 2 മണിക്കൂർ 34 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.